മാധു, തുടക്കത്തിൽ PV അൻവർ ഈ ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നു. പിന്നാലെ ഈ സുജിത് ദാസുമായുള്ള ഫോൺ കോൾ പുറത്തുവിടുന്നു. അതിനുശേഷം വിവിധ കോണുകളിൽ നിന്നുള്ള ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തേത്, ഏറ്റവും ഗുരുതരമായത്, ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ബലാത്സംഗ പരാതി തന്നെയാണ് ഉയർന്നിരിക്കുന്നത്. അതായത് ഈ വീട്ടമ്മ പറയുന്ന ഒരു സംഭവ വികാസങ്ങളിലൂടെ കടന്നു പോകാം. അതായത് ഒരു സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ പൊന്നാനി സ്റ്റേഷനിലെത്തി പരാതി നൽകാൻ എത്തിയതായിരുന്നു. അന്നത്തെ CI ആയ വിനോദ് വീട്ടിൽ വന്ന പരാതി കേൾക്കാമെന്ന് പറഞ്ഞു. വീട്ടിലെത്തി ആദ്യമായി വിനോദ് പീഡിപ്പിക്കുകയാണ് ഉണ്ടായത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ പരാതിയുമായി DYSPയെ സമീപിച്ചു. താനൂർ DYSP ആയ VV ബെന്നിയെ കണ്ടു. VV ബെന്നി കടന്നു പിടിച്ചതായാണ് പരാതിയിൽ പറയുന്നത്. ഈ രണ്ട് സംഭവങ്ങളിലും പരാതി പറയാനാണ് SP സുജിത് ദാസിനെ ബന്ധപ്പെടുന്നത്. സുജിത് ദാസ് ഒരു ആഡംബര കാറിലെത്തി ഒരു ചങ്കുവെട്ടിയിലേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് പീഡിപ്പിച്ചു. അന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ സംഭവങ്ങൾ ഒരിക്കലും പുറത്തു പറയരുതെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി തൻ്റെ അങ്കിളാണെന്ന് പറഞ്ഞു. എൻ്റെ സ്വാധീനം അത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഭീഷണിപ്പെടുത്തി നിർത്തി. പിന്നീട് രണ്ടാം തവണയും സുജിത് ദാസ് പീഡിപ്പിച്ചു. അന്ന് മറ്റൊരു കസ്റ്റംസിലെ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞ ഒരാൾ കൂടി പരിചയപ്പെടുത്തി ഇയാൾക്ക് കൂടി കാഴ്ചവെക്കാൻ ശ്രമിച്ചു എന്ന ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ PV അൻവർ MLA ഈ ആരോപണങ്ങളെല്ലാം പുറത്തു വിട്ടപ്പോഴാണ് ഇത് പുറത്തു പറയാനുള്ള ഒരു ധൈര്യമുണ്ടായത്. അങ്ങനെ അൻവറിനെ സമീപിച്ചു. അൻവറിനോട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി മുഖ്യമന്ത്രിയിലേക്ക് ഉൾപ്പെടെ പരാതി എത്തിക്കും എന്നുള്ള കാര്യങ്ങളിലേക്കാണ് അവർ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ എത്രത്തോളം ഗൗരവതരമായ ആരോപണങ്ങൾ ആണ് എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്